Very good morning. We are going to Jakarta. മിണ്ടന്റെ കളഞ്ഞ് നശിപ്പിച്ച് നല്ലൊരു ഇൻട്രായിരുന്നു നിങ്ങളാക്കി. ഒന്നുകൂടെ. വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്, നമസ്കാരം. ആൻഡ് നമ്മൾ ഇന്ന് പോകുന്നു എവിടേക്കാണ്? ഇന്തോനേഷ്യ. യെസ്, ഞങ്ങൾ ജക്കാർത്തയിലേക്ക് പോവാണ്. ഇന്തോനേഷ്യയിൽ ബാലിയിലേക്ക് എല്ലാവരും പോകുന്നതല്ലേ, അപ്പോൾ നമ്മൾ ബാലി വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്. വി ആർ ഗോയിങ് ടു ജക്കാർത്ത. നമ്മളിപ്പോൾ ഉള്ളത് കൊളംബോയിലാണ്, ശ്രീലങ്കയിൽ നിന്ന് ഇപ്പോൾ രാവിലെ 5 മണിക്ക് 4 മണിക്ക് എണീറ്റ് 5:30 നമ്മളിപ്പോൾ ഇറങ്ങി എയർപോർട്ടിൽ പോയി. രാവിലെ ഫ്ലൈറ്റ് എടുത്ത് 4 മണിക്കൂർ യാത്ര, ശ്രീലങ്കൻ എയർലൈൻസ് ടു ജക്കാർത്ത. ലെറ്റ്സ് ഗോ. Yes. Is there anyone? Hi, good morning. Checking out 107. You can keep it, and all the best for your wife. Hope she will recover soon. Okay, bye. Thank you. Bye. Thank you. നമ്മളിവിടെ എയർപോർട്ടിൽ അകത്ത് കയറുമ്പോഴത്തേക്കിന് ആദ്യം കസ്റ്റംസിൻ്റെ ഒരു പരിശോധനയുണ്ട്, ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ ചെക്കിൻ ഏരിയയിലേക്ക് വരുന്നത്. നമുക്ക് ചെക്കിൻ ഏരിയ പോകണ്ടല്ലോ, നമുക്ക് ബോർഡിംഗ് പാസ് ഓൾറെഡി കൊച്ചിൻ തന്നിട്ടുണ്ട്. നമ്മുടെ ബാഗ് ഓൾറെഡി ഇവിടെ എയർപോർട്ടിലാണ്. ബാഗ് വരുമല്ലോ അല്ലേ ഇന്തോനേഷ്യയിൽ. ബാഗ് വന്നില്ലെങ്കിൽ നമ്മൾ വിട്ടു. ഞങ്ങളൊരു കാറിലാണ് ഇവിടേക്ക് വന്നത്. പിക്മി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഉബർ നോക്കിയിട്ട് കിട്ടിയില്ല, ഉബറില്ല, കിട്ടത്തില്ല. ശ്രീലങ്കയിൽ വന്ന് ക്യാബ് ബുക്ക് ചെയ്യണമെങ്കിൽ പിക്മി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ചാലേ ക്യാബ് കിട്ടുള്ളൂ. അങ്ങനെ അത് കിട്ടി. നമ്മൾ എയർപോർട്ടിൽ വന്നു. ഒരു പാവം ചേട്ടനായിരുന്നു, പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്തത്. പുള്ളിയുടെ വൈഫിന് ക്യാൻസറാണ്, അപ്പോൾ അത് കാരണം പുള്ളി ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്ക് കേരളം അറിയാം. പുള്ളിയുടെ ബോസ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. നിങ്ങളുടെ അവിടെ മൊത്തം ക്രിസ്ത്യൻസ് അല്ലേ കൂടുതലും, എൻ്റെ ബോസന്മാരൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഹി ഹാസ് ഗോട്ട് എ വെരി ഗുഡ് ഇംപ്രഷൻ ഓൺ കേരള ആൻഡ് ഇന്ത്യ. പുള്ളി കുറേ നേരം ഒരു 20 മിനിറ്റ് പുള്ളി കത്തി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ചങ്ങായിരുന്നു. We are back again to immigration. നമ്മുടെ ഗേറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഓപ്പൺ. ഗേറ്റ് ഓപ്പൺ ആണോ? കാണുന്നില്ലല്ലോ. ശ്രീലങ്കൻ ഡ്യൂട്ടി ഫ്രീ, വലിയ ഡ്യൂട്ടി ഫ്രീ ആണ്. ഞങ്ങൾ തിരിച്ച് കയറി വന്നു. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിൽ കയറി വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ വി ആർ ഗോയിങ് ടു ദ ഗേറ്റ്. എൻട്രി എക്സിറ്റ് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നേ അല്ലേ? നല്ല ടൈം കൺസ്യൂമിങ് ഒന്നും അല്ല, ഭയങ്കര സിമ്പിളാണ്. ബാഗ് തിരിച്ച് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. ശരിക്കും ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് ഇവിടെ കയറിയിട്ടുള്ളത്? സെറൻഡിപ്പ് ലോഞ്ച്. ഇത് മറ്റേ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനുള്ള ലൗഞ്ചാണ്. പിന്നെ വൺ വേൾഡിൻ്റെ മെമ്പേഴ്സിനും വേണമെങ്കിൽ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ആ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതാ പ്രശ്നം. ഇവിടെ എയർപോർട്ടിനകത്ത് ഇരിക്കുന്ന ഒരു പുൽക്കൂട് നോക്കി. ഉണ്ണീശുണ്ടോ? എവിടെ? ദേ ഉണ്ണീശിനെ കിടത്തിയിരിക്കുന്നുണ്ടോ നോക്കി. ശ്രീലങ്കയിലെ പോപ്പുലേഷനിലാകെ ഒരു 10% താഴെ മാത്രമാണ് ക്രിസ്ത്യൻ ആളുകളുള്ളത്. ഏകദേശം ഒരു 60% കൂടുതൽ ആൾക്കാർ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, കാരണം ഇതൊരു ബുദ്ധിസ്റ്റ് രാജ്യമാണ്. പിന്നെ ഒരു 10% ആൾക്കാർ മുസ്ലിംസ് ഉണ്ട്, മറ്റ് മതസ്ഥരുണ്ട്. അങ്ങനെ നാനാജാതി മതസ്ഥർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എല്ലാവർക്കും ദേ ഹാവ് ഓൾ ദ റൈറ്റ്സ് ഹിയർ. പക്ഷേ ഇതൊരു എന്താ പറയുക, ബുദ്ധിസ്റ്റ് കൺട്രിയാണ്, കാരണം മെജോറിറ്റി ആർ ബുദ്ധിസ്റ്റ് പീപ്പിൾ. ഇവർ ഫുൾ ഡെക്കറേറ്റഡ് ആണ് കേട്ടില്ലേ. റോഡിലും ഉണ്ട്, ആ സൈഡിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. റോഡിലും ഉണ്ട്, എയർപോർട്ടിലും ഉണ്ട്. ഈ ഒരു മറ്റേ ആ ഒരു വാക്കിംഗ് എന്താ പറയുക ഇതുണ്ടല്ലോ, പാത്തുണ്ടല്ലോ, ആ പാത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് UL 364 ടു ജക്കാർത്ത. ഗേറ്റ് ഓപ്പൺ. അത് കണ്ടു ഋഷി, ആ വിമാനത്തിൽ നമ്മൾ പോകുന്നത് കണ്ടാ. അത് എയർബസ് A321 ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം. അത് ബാലിയാണോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇവിടേക്കല്ലേ പോകുന്നത്, ജക്കാർത്തക്കല്ലേ പോകുന്നത്. അപ്പം ജക്കാർത്തയ്ക്ക് പോകുന്ന വിമാനമാണത്. ശ്രീലങ്കൻ എയർലൈൻസിലാണ് നമ്മൾ ജക്കാർത്തയ്ക്ക് പോകുന്നത്. അകത്ത് പോവാം. അവർ ബോർഡിംഗ് പാസ് വെച്ചിരിക്കുന്നത് ഒരു കറക്റ്റ് ആ ഒരു സീക്വൻസ് ഒക്കെ നോക്കി ആ വെച്ചിരിക്കുന്ന രീതി കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വെക്കുന്നത് കാണുന്നത് സാധാരണ യൂഷ്വലി. ഹായ്. താങ്ക് യു. ഞങ്ങളിപ്പോൾ പ്രീ ബോർഡിങ് കഴിഞ്ഞിട്ടിരിക്കുക. അതായത് ഇവിടെ സിംഗപ്പൂർ എയർപോർട്ടിലെ പോലെയാണ് ഓരോ അതായത് നമ്മുടെ കൊച്ചി എയർപോർട്ട് സിംഗപ്പൂർ എയർപോർട്ട് വ്യത്യാസമുണ്ട്, അതേപോലെ കൊളംബോ എയർപോർട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എല്ലാ ഗേറ്റിലേക്കും പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറുമ്പോൾ ഗേറ്റ്സ് ആണ്. ആ ഗേറ്റിനുള്ളിൽ വിമാനത്തിൽ കയറുന്നതിന് മുമ്പാണ് സെക്യൂരിറ്റി ചെക്ക്. എല്ലായിടത്തും സെക്യൂരിറ്റി ചെക്സ് ഇതേപോലെ ഉണ്ടാവും. ഇതിപ്പം ഇപ്പോൾ ഈ ഗേറ്റ് 11ാമത്തെ നമ്പർ ഗേറ്റ്, ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരെയും കൂടെ ഇതേപോലെ ഇവിടെ ഇരുത്തും, എന്നിട്ട് അകത്തേക്ക് കയറ്റും. ശരിക്കും ഇങ്ങനെയുള്ളതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 11ാമത്തെ ഗേറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വേണമെങ്കിൽ 12ാമത്തെ ഗേറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോവാം.
എനിക്ക് പുറത്തിറങ്ങാൻ. പക്ഷെ നമ്മുടെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുംബൈയിൽ വിമാനം ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അതേ വഴി നടന്ന് അകത്ത് പോയി ഗേറ്റിലോട്ട് പോകണം. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ സിംഗപ്പൂരും അതേപോലെ തന്നെ ഇവിടെയൊക്കെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം ഇവർ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഓഫ് എയർപോർട്ട് സെക്യൂരിറ്റി പരിപാടികളാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അങ്ങനെ നമ്മൾ വിമാനത്തിൽ കയറാൻ പോവാണ്. നമ്മളെവിടെ പോവാ? എവിടെ പോവാ? ജക്കാർത്ത. ഓടരുതേ, പതുക്കെ പോണേ, വീഴരുതേ. എല്ലാം ശ്രീലങ്കൻ എയർലൈൻസ് ആണേ. 19ാമത്തെ റോയിലാണേ. ഓക്കെ, 2 സൈഡിൽ നിന്ന് തരണോ? ഓക്കെ, വെരി ഗുഡ്. 2 സൈഡിൽ നിന്ന് തൊടണം കേട്ടോ. നമ്മൾ സാധാരണ ഒരു സൈഡിൽ തൊട്ടാൽ മതി. ഈ കുറച്ച് 2 സൈഡിൽ നിന്നാണ്. ആയോ ബുവാൻ, റൈറ്റ്? യാ, താങ്ക് യു. അവിടെ അല്ല, അവിടെ ഇപ്പൊ ഇരിക്കുന്നില്ല, നമ്മൾ പുറകില. അത് ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷെ ഇത്രയും പോലും നല്ല സീറ്റാണെന്ന് തോന്നില്ല. ഇത് കൊള്ളാം കേട്ടോ, നല്ല സീറ്റാ, കുഴപ്പമില്ല അല്ലേ. ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. പഴയതാണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ്. ആ ഒരു ഓൾഡ് ബ്യൂട്ടി ചാം, ആ ഒരു ശ്രീലങ്കൻ എയർലൈൻസിന്റെ സാധനം ഇവിടെ ഉണ്ട്. അവിടെ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. അവിടെ അത് 3 സീറ്റ്. നമ്മള് പുറകിൽ പോയിരിക്കണം, പുറകില്. നമ്മള് കൊച്ചിന്ന് വന്ന ഫ്ലൈറ്റ് പോലെ അല്ല. ഇവിടെ എല്ലാ സീറ്റിലും മറ്റേ പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പില്ലോ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് ഒക്കെ മേളിലുണ്ട്. ചോദിച്ചാൽ തരും. എല്ലാ സംഭവങ്ങളും ഉണ്ട്. 4 മണിക്കൂർ 4.5 മണിക്കൂർ എങ്ങാണ്ട് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈയിങ് ടൈം ഉണ്ട് ഇവിടുന്ന്. ഈ 321 വിമാനങ്ങളിൽ ഇതുപോലെ 2 സീറ്റുള്ള സ്ഥലം ഉണ്ടാവും. ഒരു ഭയങ്കര ലെഗ് സ്പേസ് ആയിരിക്കും ഇവിടെ കടല്. പക്ഷെ അവർക്ക് വിൻഡോ ഉണ്ടാവില്ല, അവർക്ക് ലെഗ് സ്പേസ് ഉണ്ടാവും. പിന്നെ അതാണ് ഏറ്റവും ഭയങ്കര ലെഗ് സ്പേസ് ഉള്ള വിൻഡോ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര ഒരു അടിപൊളി ലേഔട്ടാണ്, സീറ്റിംഗ് ലേഔട്ടാണ്. അങ്ങനെ നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ എയർബസ് 321 വിമാനത്തിൽ നമ്മൾ കയറിയിരുന്നു. എൻ്റെ സൈഡ് സീറ്റൊക്കെ പോയി കഴിച്ച് ഇപ്പോൾ ആശാനാണ് സൈഡ് സീറ്റിൻ്റെ ആശാൻ. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഉറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഞാനിവിടെ ഇപ്പുറത്തിരുത്തും. ഉറങ്ങി കഴിയുമ്പം ഇപ്പുറത്ത് നടുക്ക് വന്നിരിക്കണം കേട്ടോ. മിഡിൽ സീറ്റിൽ വന്നിരിക്കണം കേട്ടോ. കിഡ്സ് മിഡിൽ സീറ്റിൽ ഇരിക്കാൻ പാടുള്ളൂ. ആണ്, കിഡ്സ് ഒക്കെ മിഡിൽ സീറ്റിൽ ഇരിക്കാൻ പാടുള്ളൂ. എനിക്ക് സൈഡ് സീറ്റ് വേണം. എന്റെ സൈഡ് സീറ്റ് പോയി. അവൻ വിൻഡോ സീറ്റ്, അപ്പം മിഡിൽ സീറ്റ്, അമ്മ സൈഡ് സീറ്റ് എന്ന് അവൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു പില്ലോ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലെഗ് സ്പേസ് എന്ന് പറയുന്നത്. കൃഷിക്ക് ഭയങ്കര ലെഗ് സ്പേസ് ആണ്. ചാരി ഇരിക്കാവോ? ചാരി ഇരുന്നോ? ആശാന്തി പില്ലോ ഒക്കെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് ഒക്കെ വേണമെങ്കിൽ അവർ തരുമായിരിക്കും. വന്ദേ ഭാരത് പോലെയാണോ? ദൈവമേ, അവൻ വന്ദേ ഭാരതിനെ വിമാനവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്തൊക്കെ കാണണോ ആവോ. പിന്നെ ട്രേ ടേബിള്, പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്, ടി വിക്കകത്ത് സിനിമയുണ്ട്. പിന്നെ ഇൻഫർടൈൻമെന്റ് അല്ലേ, ഇൻഫർടൈൻമെന്റ് ഉണ്ട്. ഇതെന്താ ഇങ്ങനെ? ഇത് പൊങ്ങിയാണല്ലോ ഇരിക്കുന്നത്, താഴത്തില്ല. അറിയില്ല, ഫുഡൊക്കെ തരുമായിരിക്കും അല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട് രാവിലെ. നമ്മളിപ്പോൾ പോകുന്ന ഇന്തോനേഷ്യ ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ 14ാമത്തെ രാജ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നാണ് നമ്മളിപ്പോൾ പോകുന്ന ജക്കാർത്ത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ബാലി പോയിട്ടുണ്ടാവും, പക്ഷെ ജക്കാർത്ത അധികം ആൾക്കാർ പോയിട്ടുണ്ടാവില്ല. ഈ വിമാനത്തിലൊരു കാര്യം ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ തട്ടമിട്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഈ വിമാനത്തിലാണ്. അതായത് നമ്മളെപ്പോലുള്ള കുറച്ച് ടൂറിസ്റ്റുകൾ എക്സെപ്റ്റഡ് ആണ്, പക്ഷെ ബാക്കിയുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇന്തോനേഷ്യ. ഈ ഫ്ലൈറ്റിൽ ഓൾമോസ്റ്റ് 70% അല്ല 80% സ്ത്രീകളാണ്. ആണുങ്ങൾ കുറവാണ്. അവിടുത്തെ ആ നാട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങളോട്, ഓഫ് ക്യാമറ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചാല് ബേസിക്കലി ഇവർ കൂടുതലും ലേഡീസ് ആണ് വർക്കിങ്ങിന് പോകുന്നത്, വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് വെളിനാട്ടില്, കൂടുതലും ഗൾഫ് കൺട്രീസിലാണ്. ബേസിക്കലി സൗദി, ബഹ്റൈൻ, ഖത്തർ, ദുബായ്, അവിടെ ഒക്കെ ഈ ഷേഖന്മാരുടെ വീട്ടിലൊക്കെ അവർ പോയി താമസിച്ചു പിള്ളേരെ നോക്കാൻ.
ഞാൻ കണ്ടിരിക്കുന്ന മിക്ക ഷേഖുമാരുടെ വീട്ടിലും ഇവിടുത്തെ ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, ഹാർഡ് വർക്കിംഗ് ആൾക്കാരായിരിക്കും. യെസ്, ഹാർഡ് വർക്കിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് എന്തോരം സ്ത്രീകളാണെന്നറിയോ, ഇഷ്ടം പോലെ സ്ത്രീകളാണ്. പറഞ്ഞ എന്താ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണുന്നത്. ചില സമയത്ത് അവർ ഡിപ്പെൻസ് ഓൺ ഹൗ ദ റേറ്റ് ഗോസ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ ആ ഫ്ലൈറ്റ് ശരിയാട്ടോ. ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഇത് മിക്കവരും പല രാജ്യങ്ങളിൽ നിന്ന് ട്രാൻസിറ്റ്, നമ്മളെ പോലെ തന്നെ ട്രാൻസിറ്റ് വന്ന ആൾക്കാരാണ്. സിനിമ വരും, സിനിമ ഫ്ലൈറ്റ് വിടുമ്പോൾ വരും കേട്ടോ. Airbus 321 service from Colombo to Jakarta. We're almost already up here. Once we get our last piece of luggages loaded in the aircraft, we should be starting our journey within the next couple of minutes. Flight time today is going to be 4 hours and 15 minutes, and we'll be cruising at a final altitude of 33,000 feet above mean sea level. En route weather is forecasted to be generally fair at the most part of the flight. However, I strongly recommend you to keep your seatbelts loosely fastened at all times while the seatbelt sign is switched on. ஸ்விட்ச் ஆஃப் பண்ணுமாறு கேட்டுக்கொள்கின்றோம். தமிழ்ல சிறந்த உபசரணைகளை நீங்கள் அனுபவிக்கும் வகையில் അർപ്പണിപ്പുடன் சேவை வழங்க நாம் തയ്യാറാக உள்ளோம். ആസനം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ടേക്ക് ഓഫ് ചെയ്തല്ലേ, ഇത് സ്പീഡാണോ? മൊത്തം ശബ്ദമാണ് ഗൈസ്. ദൈവമേ, ഇതെല്ലാം കൂടെ പൊട്ടി വീഴുവോ? എന്തോ സൗണ്ടാ, എന്ത് സൗണ്ടായിരുന്നു. രാവിലെ ഇതിനകത്ത് മെനു ഒക്കെ ഉണ്ട്. പ്ലെയിൻ ഓംലെറ്റ്, പിന്നെ മിൽക്ക് റൈസ് വിത്ത് ഫിഷ് കറി, പിന്നെ നൂഡിൽ, അതായത് ഫിഷും മുട്ടയും വെജും 3 ഓപ്ഷനുണ്ട്. ഇവിടുന്ന് 4 മണിക്കൂർ ഫ്ലൈ ഉണ്ട് കൊളംബോയിൽ നിന്ന് ജക്കാർത്ത വരെ. 4 മണിക്കൂർ 15 മിനിറ്റ്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് തന്നിട്ടുണ്ടോ. ഇങ്ങനെയാണ് ഹെഡ്സെറ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ. ഋഷി ഇവിടെ സിനിമ കാണാൻ തുടങ്ങി. പിള്ളേർക്ക് ഫ്ലൈറ്റിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഇതിനകത്ത് ഈ സ്ക്രീനിലുള്ള എന്തെങ്കിലുമൊക്കെ കിഡ്സ് മൂവീസും മറ്റുമൊക്കെ ആയിരിക്കും. ഇത് നോക്കിയോ, ഇപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം രാവിലെ എണീറ്റ് 4 മണിക്ക് എണീറ്റ് ബ്ലാങ്കറ്റ് ചോദിച്ചപ്പോഴത്തേക്കിനും ശ്വേതയ്ക്ക് ബ്ലാങ്കറ്റും കൊണ്ട് കൊടുത്തു. അതും ഇതേപോലെ തന്നെ സീൽഡ് പാക്കറ്റിൽ ഇങ്ങനെ ഇതേപോലെ ചെയ്തിരിക്കുന്നതാണ് കണ്ടില്ലേ. പ്രോപ്പർട്ടി ഓഫ് ശ്രീലങ്കൻ എയർലൈൻസ്, പ്ലീസ് റിട്ടേൺ ടു ക്യാബിൻ ക്രൂ ബിഫോർ ഡിസംബാർക്കിംഗ് ഫ്രം എയർക്രാഫ്റ്റ്. റിമൂവൽ ഫ്രം എയർക്രാഫ്റ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. അതായത് അടിച്ചുകൊണ്ട് പോകരുത് എന്ന്. മീ വാച്ചിങ് പ്രേമലു ഇൻ ശ്രീലങ്കൻ എയർലൈൻസ്. ഞങ്ങൾ ഫുൾ സെറ്റായി ഇവിടെ നോക്കി. ബ്ലാങ്കറ്റൊക്കെ വാങ്ങിച്ച് ഇത് ഞങ്ങൾ എക്കണോമിക് ക്ലാസ്, ഞങ്ങളിത് ബിസിനസ് ക്ലാസ് ആക്കി കണ്ടില്ല. നോക്ക്, സാർ അവിടെ ഓൾറെഡി സെറ്റാണ്. അവരത് അതിനകത്ത് മുഴുകിയിരിക്കുക. ഫുഡ് വന്നു, ഇഡ്ഡലിയും പിന്നെ ചന മസാലയും. അപ്പൊ ഇതിനകത്ത് കാണിച്ച മെനു എന്തുവായിരുന്നു? അത് വെറുതെ ആയിരുന്നു ഗൈസ്, അതൊന്നും ഇല്ലായിരുന്നു. ഋഷിക്ക് ഇത് ഹാഷ് ബ്രൗൺ, പിന്നെ എഗ്ഗ്, സോസേജ്, ചിക്കൻ സോസേജ് ആട്ടോ അത്, പിന്നെ സ്പിനാച്ച്, അങ്ങനെയുള്ള സാധനം. ഞാൻ ഒരു ശ്രീലങ്കൻ സ്റ്റൈൽ ഫിഷ് കറി വാങ്ങിച്ചു. ഇത് ഇവരുടെ സ്റ്റൈലിലെ റൈസും പിന്നെ ഫിഷ് കറിയുമാണ് ഈ സാധനം. പിന്നെ ഇത് സാമ്പൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഋഷിക്ക് കിട്ടിയ മീൽ. അത് എഗ്ഗ്. അപ്പായിക്ക് ജ്യൂസ് വേണ്ട, ഋഷി കുടിച്ചോ കേട്ടോ. ഋഷിക്ക് ജ്യൂസും പിന്നെ സാധനങ്ങളും, പിന്നെ ഇതും, പിന്നെ ശ്വേതയ്ക്ക് ഇഡ്ഡലിയും ചന മസാല. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ശ്വേതയുടെ ഇഡ്ഡലി വൻ സോഗമായിരുന്നു. ഞങ്ങളുടെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഋഷിയുടെ ഫുഡ് ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നോ? ആ, ഇപ്പോൾ ഋഷിക്ക് ഇത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു സാധനം കൊണ്ട് കൊടുത്തു, ഒരു പസില്. ഇത് പസിലാണേ. ഇത് കളിക്കുമോ? അതെങ്ങനെയാണെന്നറിയോ? ഇന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തേ. ഇത് ഇത്ര നേരം ഉറങ്ങുമല്ലായിരുന്നു, ഇനി ഞാൻ ഉറങ്ങട്ടെ. അവനെ കളിപ്പിച്ച് അവൻ ഉറങ്ങണ്ടെന്ന്. ഹി ഡോണ്ട് വാണ്ട് ടു സ്ലീപ് ടുഡേ. അവന് കുറേ നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അവന് വീഡിയോ കാണണ്ട, എന്താണെന്ന് എനിക്കറിയത്തില്ല. അവന് വീഡിയോ കാണാനൊരു താല്പര്യമില്ല. എന്നാൽ ഉറങ്ങാനും ഇന്ന് മൂടില്ല. ഇന്നലെയാണ് ഭയങ്കര മൂടായിരുന്നു ഉറങ്ങാനായിട്ട്, ഇന്ന് ഉറങ്ങാൻ മൂടില്ല. വാവ്, ദേ ഇത് വിമാനമായിരുന്നു. ഇത് ഋഷി ഉണ്ടാക്കിയതാ? ആണോ? ആരാ ഉണ്ടാക്കിയത്? വാവ്, അയ്യോ, ഇത് സൂപ്പറാണല്ലോ. അടിപൊളിയാണ്. ഇനിയുണ്ട് തീരാനായിട്ട്.
എടുത്തല്ലേ ചുറ്റിക്കറങ്ങി കുറേ സർക്കിൾസ് എടുത്തു. അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. ചുറ്റുമായിരുന്നു മേളിൽ കിടന്നിട്ട്. ඔබගේ ආසනයට පියනින් නැතිරාක් கிடக்கூடும். ஆகையால் தயவு செய்து அவதானத்துடன் செயல்படுங்கள். விமானத்தை விட்டு வெளியேறும் போது உங்கள் பொருட்களை தவறாது எடுத்துச் செல்லுங்கள் என ஞாபகப்படுத்துகின்றோம். ഇഷ്ടവർക്കെല്ലാം കഴിഞ്ഞായിട്ട് ഇവ എയർ ഇറങ്ങണ്ടേ ഇത് ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനം പിടിച്ചോണ്ടിരിക്കുന്ന ഋഷി. ഏതൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഇറങ്ങൂ ഗൈസ്. ഋഷി ആ വിമാനം എടുത്ത് കൈ പിടിക്കണേ. അവര് നിക്കൂല, നമ്മൾ ഇറങ്ങണം. ആൾക്കാർ നിക്കൂല. ഞാൻ എടുത്തോളാം, നീ ഇറങ്ങ്. ഋഷിനെ പിടിക്കേ. നമ്മൾ ഇറങ്ങി കയ്യോ കൊള്ളവൻ കാര്യക്കാരൻ അത്രേ ഉള്ളൂ. ആരും നിന്ന് തരത്തില്ല. അങ്ങനെയാണ് എന്റെ പരിപാടി. എല്ലാം എടുത്തല്ലോ അല്ലേ ഇവിടുന്ന്. ആൾക്കാർക്ക് വിമാനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനുള്ള ധൃതിയല്ലേ. സോ പീപ്പിൾ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അതാണ് പ്രശ്നം. എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടി എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാ അല്ലേ. അത് ചെയ്യത്തില്ല. പോവാം. കം ബൈ. ബൈ. നടക്ക ഋഷി. നടക്ക. വിയറ്റ്നാം എയർലൈൻസ്. യെസ് വിയറ്റ്നാം എയർലൈൻസ്. എല്ലാം ഉണ്ട്. ഹായ് ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു. യാ ഇറ്റ്സ് ഓക്കേ, താങ്ക് യു. ഇത് വലിയ എയർപോർട്ട് മാത്രമല്ല, ഇത് വലിയ രാജ്യമാ. ലോകത്തിലെ ഏറ്റവും വലിയ 14ാമത്തെ രാജ്യം. അത് ശരി, ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ളൊരു രാജ്യമാണ്. എന്താ സംഭവം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലത്തെ എന്തോ സർവീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. ഇത് നമ്മുടെ സുനിർഭായിയുടെ ചേട്ടനുണ്ട് ഒരാൾ, റിയാസ് ഭായ് ഇന്തോനേഷ്യയിലാണ്, ബാലിയിലാണ് ആക്ച്വലി. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴും ഇതേപോലെ നമ്മൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ വർക്കൗട്ട് ആയില്ല. അപ്പോൾ റിയാസ് ഭായ് ആണ് ഇത്തവണ നമുക്ക് പുള്ളിയെ ഇപ്പം കാണത്തില്ല, ബാലിയിൽ വരുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ചേട്ടാ പുള്ളി നാട്ടിലാണ്, ഞങ്ങളമ്മ ഇതുവരെ കണ്ടിട്ടില്ല. ഫോണിൽ കൂടെ എപ്പോഴും നിരന്തരമായിട്ട് കുറേ വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ലൈക്ക് ഹി ഹാസ് അറേഞ്ച്ഡ് സംതിങ് ഫോർ അസ് ഹിയർ. എന്തായാലും താങ്ക് യു സോ മച്ച് റിയാസ് ഭായ്. ഇത് കണ്ടോ ചേട്ടാ, ദ ഗേറ്റ് ഓഫ് ഇന്തോനേഷ്യ. അടിപൊളി. നമ്മുടെ വേൾഡ് മാപ്പ് പോലത്തെ സാധനം. അങ്ങനെ ഇത് നടക്കാൻ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയ എയർപോർട്ടാ. ദൈവമേ, സാധാരണ എയർപോർട്ടൊക്കെ വലിയ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സിംഗിൾ ഫ്ലോർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഋഷി, അപ്പോൾ വെൽക്കം ടു എവിടെയാണ്? വെൽക്കം ടു ഇന്തോനേഷ്യ. ഋഷി 2ാമത്തെ തവണയാണ് ഇന്തോനേഷ്യ വരുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഞാൻ 3ാമത്തെ തവണയാണ് വരുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ജക്കാർത്തയിലേക്ക് വരുന്നത്. ഫസ്റ്റ് ടൈം ഇൻ ജക്കാർത്ത. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജക്കാർത്ത നോൺ ഫോർ ട്രാഫിക്കിന് ഹൊറിബിളായിട്ടുള്ള സിറ്റി, പിന്നെ സിങ്കിങ് സിറ്റിയും കൂടിയാണ്. അതായത് ഈ ഒരു സിറ്റി സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കടലിലേക്ക് ഈ സ്ഥലം മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ്. സിങ്കിങ് ഐലൻഡാണ്. അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയാം. സോ വീണ്ടും വെൽക്കം ടു എയർപോർട്ട്. നമ്മളിപ്പോൾ ആ ഒരു ബഗ്ഗിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വിസാൺ അറൈവലിൽ പോയിട്ട് നമ്മൾ ഇവിടെ വിസാൺ അറൈവലിൻ്റെ പരിപാടിയുണ്ട്, ഞാനത് പറയാം. എന്നിട്ട് ഞാനിപ്പോൾ ഇമിഗ്രേഷനിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ബാഗേജ് കളക്ഷൻ ഏരിയയിലെത്തിയേ. ഈ എയർപോർട്ട് കിടി എയർപോർട്ട്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും നല്ല ഒറിജിനൽ പോലെ പോലും തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇതെല്ലാം മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുന്നതാണ്. ദിസ് നോട്ട് ഒറിജിനൽ. ഓഹ്, എന്തല്ലേ ഋഷി, ഇത് തൊട്ട് നോക്കണം, വേറെ ഒന്നും ചെയ്യരുതേ. അല്ലടാ, ഇത് ഒറിജിനലാണാ? ഒറിജിനലാടാ. ഒറിജിനലാടി. ഒറിജിനൽ. ഞാൻ ഒറിജിനൽ അല്ലാന്നാ കരുതിയത്, പക്ഷെ അത് ഒറിജിനലാണ്. നോക്കി, അതൊന്നും എനിക്കറിയത്തില്ല. ഇതിനധികം ബാറ്ററിങ് ഒന്നും വേണ്ടി വരത്തില്ലായിരിക്കും. ഇത് ഒറിജിനലാ. ഷേ, ഞാൻ സാധാരണ നമ്മൾ ഇതിൻ്റെ സാധനങ്ങളൊന്നും ഒറിജിനൽ കാണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒറിജിനൽ അല്ലായിരിക്കും കരുതി. വേറെ സംഭവം കണ്ടോ, ആ ഡിസ്പ്ലേ കണ്ടോ, വളരെ ലൈവായിട്ടുള്ളൊരു ഡിസ്പ്ലേ. നോക്കി, ഇത് പൊളിച്ചു കേട്ടോ. ഇത് ഭയങ്കര വലിയ എയർപോർട്ട്. അത് മാത്രമല്ല, ഇത് ഫുൾ ഇതെങ്ങനെയായിരിക്കും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ സാധനം പെട്ടി ഷുഡ് കം ഹിയർ നൗ. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടത് ഈ പരിപാടി. ഇത് കണ്ടില്ലേ, നോക്കി, ഇവിടെ ഉണ്ട് ഈ പരിപാടി. താങ്ക് യു. ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ 1 മുതൽ 7 വരെയുള്ള ബാഗേജ് നമ്പർ വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വീണ്ടും ഇതേപോലെ തന്നെയുണ്ട്. ദിസ് ഏരിയ ഈസ് സോ ബിഗ്.
അപ്പോൾ പെട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെട്ടി വരുമോ? വരുമായിരിക്കും അല്ലേ? അവസാനമായിരിക്കും വരികയാണെങ്കിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് പോലത്തെ സർവീസ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്ത് ബഗ്ഗിൽ കയറ്റിക്കൊണ്ട് വന്ന് നമ്മൾ നേരെ വിസ ഓൺ അറൈവൽ കൗണ്ടറിൽ പോകണം. ശരിക്കും ഇന്തോനേഷ്യ വരുമ്പോഴത്തേക്കിനും വിസ ഓൺ അറൈവൽ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വിസ ഫീസ് അടയ്ക്കണം. $30 അല്ലെങ്കിൽ നമ്മുടെ 2700 രൂപ, ഇല്ലെങ്കിൽ ഇവരുടെ 5 ലക്ഷം ഇന്തോനേഷ്യൻ രൂപ, അതാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് നമ്മൾ എന്തെടുക്കുക വിസ ഓൺ അറൈവൽ എടുക്കുക. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും പുള്ളി തന്നെ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ വിസ ഓൺ അറൈവലിൻ്റെ പേപ്പർ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരും. ഇതാണ് ആ പേപ്പർ, കണ്ടോ? ഇതാണ് ആ പേപ്പർ, വിസ ഓൺ അറൈവലിൻ്റെ പേപ്പർ. 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യാസ് എന്നും പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ഡോളറായിട്ടോ കാർഡൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ പല പേയ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇമിഗ്രേഷനിൽ പോകുന്നു. ഇമിഗ്രേഷനിലാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പുള്ളി നമ്മളെയും കൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ ലൈൻ ഉണ്ട് ഇവിടെ. ഗരുഡ ഇന്തോനേഷ്യ വിമാനത്തിൽ വരുന്ന ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഒരു സ്പെഷ്യൽ ലൈൻ ഉണ്ട്. അവിടെ ആരുമില്ല. പുള്ളി അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുത്തിട്ട് ഞങ്ങളോട് ബാഗ് കളക്ട് ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോഴത്തേക്കും പുള്ളി അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ടും കൊണ്ട് ഞങ്ങളെ കൊണ്ട് പോകുന്നു. സിമ്പിൾ, ഇത്രയുള്ളത്. ആ പെട്ടി നോക്കിയിരിക്കുക. കൊച്ചിന്ന് കയറിയപ്പോൾ മുതൽ അവൻ്റെ കൺസേൺ അതായിരുന്നു പെട്ടി. ഞങ്ങളുടെ ഒരു പെട്ടി വന്നില്ല. പെട്ടി വരാത്തതിൻ്റെ കാരണം ഇവിടെ ഈ പെട്ടികൾ ഈ ബാഗിൽ ഇങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ പെട്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സെൻസർ കണ്ടോ? ഈ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടി വന്ന് വീഴുകയുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ഈ തുരിതുര ബാഗുകൾ വരുന്ന സമയത്ത് പെട്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ആ ബാഗുകൾ ആൾക്കാർ എടുത്ത് മാറ്റും തോറും നമുക്ക് പെട്ടി വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി അതാ വരുന്നു നമ്മുടെ പെട്ടി എത്തിക്കുക. ഒരുത്തനാളെ പോയി നിൽപ്പുണ്ട് പെട്ടി എടുക്കാൻ വേണ്ടി. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത എയർപോർട്ടാട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വെറൈറ്റി എയർപോർട്ടിലേക്ക് വരുന്നത് ആദ്യമാണ്. അങ്ങനെ വെൽക്കം ടു ജക്കാർത്ത. വാവ്, ഇതാണ് എയർപോർട്ടിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പാസഞ്ചേഴ്സിനെയൊക്കെ കാത്തു നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓ, ഇത് ഗംഭീര എയർപോർട്ടാട്ടോ. പക്ഷേ വെൽ ഓർഗനൈസ്ഡ് ആണെല്ലാം. നല്ല അടിപൊളി എയർപോർട്ടാണ്. ആ ഒരു എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫീലാണ് എവിടെ പോയാലും. അതായത് നമ്മളെ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ നിന്ന് ഗ്രാബ് ബുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി കിടക്കുന്ന വണ്ടികളൊക്കെ ഗ്രാബ് വണ്ടികളാണ്. കണ്ടില്ലേ? പ്രീമിയം പിക്കപ്പ് പോയിന്റ് എക്സ്പീരിയൻസ് എക്സ്ട്രാ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെച്ചിരിക്കുന്നതായിട്ടല്ലേ. ഇത് ഇവിടുത്തെ ഗ്രാബ് കാർ പ്രീമിയം പിക്കപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രാബ് കാറുകളുടെ പിക്കപ്പ് പോയിന്റ് ആണ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വണ്ടികളൊക്കെ വരുന്നു, അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ആൾക്കാർ ഇവർ തന്നെ ഉണ്ട് ഇവിടെ ബാഗൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് തരും. പിന്നെ പാസഞ്ചേഴ്സിന് കുടിക്കാനായിട്ട് കുടിവെള്ളം വെക്കുന്നു. അങ്ങനെ ഗ്രാബ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടാക്സി. ഇത് മാത്രമല്ല, അപ്പുറത്ത് ഗോചക്ക് എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ഓൺലൈൻ ടാക്സി ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഓൺലൈൻ ടാക്സികൾക്ക് പ്രീമിയം സ്ഥലത്ത്. ഇതെല്ലാം എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ടാക്സിക്കാരെ കൊന്നുകൊല വിളിക്കുന്ന പരിപാടികൾ നടക്കുന്നത്. കൊച്ചിയിൽ പോലും ഒരു ഉബർ ബുക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ടില്ല, അല്ലെങ്കിൽ ഉബർ പ്രോപ്പറായിട്ട് ഉബറിൻ്റെ ഇതേപോലത്തെ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. കേരളം ഇപ്പോഴും ആ കാര്യത്തിൽ ഭയങ്കര പിന്നില്ല. ഇന്തോനേഷ്യ ഇപ്പം മഴക്കാലമാണ്, മനസ്സിലായോ? ഉച്ച കഴിഞ്ഞ് മഴയായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ മഴക്കാലത്താണ് വന്നേ. നമ്മൾ മഴക്കാലത്ത് റിലാക്സ് ചെയ്യാൻ വരുന്നതല്ലേ അല്ലേ? നല്ല ചെക്കര് ഇവിടെ പറ്റില്ല. ഇവിടെ PDA പാടില്ല. മേളിക്കൂടെ ട്രെയിൻ കണ്ടുപിടിച്ചു. ഇത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് PDA ഇസ് നോട്ട് അലൗഡ് എക്സെപ്റ്റ് ഇൻ ബാലി. ബാലിയിൽ പിന്നെ ആൾക്കാർ കണ്ണടച്ച് വിടുന്നുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ക്യാബ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എല്ലാം ഞങ്ങളുടെ ട്രാവൽ കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഞങ്ങളുടെ യാത്രകൾ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നതും ഞങ്ങളുടെ യാത്രകൾ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സുജിത് ബക്കൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല ടെക് ട്രാവലേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതെ, അല്ലാതെ വേറൊരു ട്രാവൽ ഏജൻസിയോ അല്ല. കംപ്ലീറ്റ് സെൽഫ് ഫണ്ടഡ്. ഈ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന കംപ്ലീറ്റ് യാത്രകളും സെൽഫ് ഫണ്ടഡ് ആൻഡ് സെൽഫ് പ്ലാൻഡ്. നമ്മളൊരു ട്രാവൽ ഏജൻസിയുടെയും സഹായമില്ലാതെ എന്ന് പറഞ്ഞ് ട്രാവൽ ഏജൻസിയുടെ സഹായമില്ലാതെ നിങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല. നമ്മൾ നേരെ വരും, നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് വണ്ടിയിലോട്ട് കയറ്റി അവർ കൊണ്ടുപോകും. നമ്മളൊന്നും അറിയണ്ട. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമ്മളെല്ലാം അറിയണം, നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണം. ഇപ്പോൾ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നമ്മളുടെ വെയിറ്റിംഗ് ആണ്. ഗ്രാബ് വരുന്ന കാത്ത് നിൽക്കണം, ഹോട്ടലിൽ പോകണം, ഹോട്ടൽ ബുക്ക് ചെയ്യണം. ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്തും ഒറ്റയ്ക്ക് പോകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഒന്നും അറിയാതെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടൊപ്പം പോകാം. ഋഷി വീഡിയോ എടുക്കാം. എന്താ പറയേണ്ട ഋഷിക്ക്? പറ. പറഞ്ഞോ. ഒന്നുമില്ല. ഉണ്ടോ? വെരി ഗുഡ്. ആണോ? അങ്ങനെ നമ്മുടെ വണ്ടി വന്നു.
ഇന്നോവ ഹൈബ്രിഡ്. ഇത് മറ്റേ പുതിയ ഇന്നോവയാ. നമ്മുടെ അവിടെ ഈ റേറ്റിന് ഈ വണ്ടി കിട്ടുമോ നമ്മുടെ നാട്ടില്? ഇല്ലല്ലോ. അടിപൊളി വണ്ടി. യെസ്. ഹായ്. ഇത് പിടിച്ചോ. താങ്ക് യു. ഹായ്. യെസ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് 25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്റർ പോകാനായിട്ട് നമുക്കായത് 1000 രൂപ. അതായത് ഇവിടത്തെ 1,88,000 ഇന്തോനേഷ്യൻ റുപ്യ എന്നല്ലേ പറയുന്നത്. അപ്പം 1,88,000 എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ 1000 രൂപ. അതായത് കൊച്ചിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോകുന്ന ദൂരം, ഞാൻ കൊച്ചിയിൽ റേറ്റ് കൊടുക്കുന്ന, കൊച്ചിയിൽ ഒരു ടാക്സി വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന ആ ഒരു റേറ്റാണ് ഇവിടെ നമുക്ക് ആയത്. പക്ഷേ ഇവിടെ എനിക്ക് പ്രീമിയം വണ്ടിക്കാണ് ഈ പൈസ ആയത്. അതായത് ഇവിടുത്തെ സാധാരണ വണ്ടിയാണ് ഇത്രയും പോലും റേറ്റ് ആവില്ല. ഇതിപ്പോൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ആയതുകൊണ്ട് പ്രീമിയം വണ്ടി മാത്രമേ ഉള്ളൂ. നിനക്ക് എപ്പോഴെങ്കിലും കൊച്ചിയിൽ ഉബർ ബുക്ക് ചെയ്തപ്പോൾ ഇന്നോവ കിട്ടിയിട്ടുണ്ടോ? ക്രിസ്റ്റ കിട്ടിയിട്ടുണ്ടോ? മാക്സിമം എർട്ടിക അത്രല്ലേ? ബുക്ക് ചെയ്താൽ പ്രീമിയം ബുക്ക് ചെയ്താൽ സ്വിഫ്റ്റ് ആയിരിക്കും വരുന്നത്. ഡിസയർ എക്സൽ ബുക്ക് ചെയ്താൽ ചില സമയത്ത് മാക്സ് അർട്ടിക. ഞാനിതുവരെ ക്രിസ്റ്റ കണ്ടിട്ടില്ല. ഇതിന്റെ മേലെ ഒരു സാധനമുണ്ട്, ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബുക്ക് ചെയ്താൽ വെൽഫെയർ ആയിരിക്കും ടാക്സി ആയിട്ട് വരുന്നത്. അതും കിട്ടും വേണം 1500 രൂപയ്ക്ക്. വെൽഫെയർ ഒക്കെ ഇവിടെ ടാക്സിയാണ് കേസ്, ഇന്തോനേഷ്യയിൽ വരെ. അപ്പോൾ ഇനി നമുക്ക് സിറ്റിയുടെ കാഴ്ചകൾ കാണാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്കൊരു എക്സ്പ്രസ് ഹൈവേ പോലത്തെ ഒരു റോഡാണ് കാണുന്നത്. എയർപോർട്ട് റോഡാണെന്ന് തോന്നുന്നു. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഉള്ള കണക്ടിവിറ്റി ചെയ്യുന്ന റോഡാണ്. അത്യാവശ്യം ഒരു 4-5 വരി പാതയിലുള്ള ഒരു വലിയൊരു റോഡ്. ചേത പറയുന്നത് സിംഗപ്പൂർ വന്നപ്പോൾ പോലെ കണ്ട പോലെയൊക്കെ ഉണ്ടെന്നാണ് ചേത പറയുന്നത്. അങ്ങനെ പോയപ്പോൾ ഇത് ആക്ച്വലി കുറച്ചുകൂടി ചൈനയായിട്ട് സിമ്പിളിച്ചത്. ബിക്കോസ് ചൈനയിലെ ഗോഞ്ചോ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ ചുറ്റിനും പച്ചപ്പാണ്. ഓർമ്മയുണ്ടോ? അതെ. എയർപോർട്ടിൽ നിന്നുള്ള ആ ഒരു ഹൈവേ നിന്ന് നമ്മൾ വന്ന് ഇനിയിപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ യഥാർത്ഥ ട്രാഫിക്കും ബാക്കിയുള്ള സംഭവമൊക്കെ കാണാം. ഞങ്ങളങ്ങനെ സിറ്റിയിലെത്തി. സിറ്റി ഹൃദയത്തിലെ ആ ട്രാഫിക് ഞങ്ങൾ രുചിച്ചു തുടങ്ങി. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ബജാജ് ഓട്ടോറിക്ഷകളാണ്. ബജാജ് ഓട്ടോറിക്ഷകളും പിന്നെ ഇവരുടെ മിനി ബസ്സുകൾ, കുറേ കുഞ്ഞ് വാൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ മറ്റേ MRT സിസ്റ്റം ഉണ്ട് കേട്ടോ. അതായത് ഈ റോഡിന് നടുവിലൂടെ ഉള്ള ആ ഒരു ബസ് ഓടിക്കുന്ന സംഭവം. റോഡിൻ്റെ നടുവിലായിരിക്കും ബസ് സ്റ്റോപ്പുകളും അതേപോലെ തന്നെ ബസ്സുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ട്രാക്കുകളും ഉണ്ടാവും. ഭയങ്കരമായിട്ട് ട്രാഫിക്കുള്ള സിറ്റികളിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളാണ്. നമ്മൾ പൂനെയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഇറക്കട്ടെ. ഞങ്ങൾക്ക് ആരും ഞങ്ങളെ സഹായിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾക്ക് സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതാണ് സംഭവം. താങ്ക് യു സോ മച്ച്. യെസ്. ഞങ്ങളെ ആരും സഹായിക്കാൻ പാടില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പോയി അവന് കുറച്ചില്ല ചില സമയത്ത്. ചോറ് കൊടുക്കാന്ന് പറയുമ്പോ പുറത്തോട്ട് ഇറങ്ങുമ്പോ വീട്ടിൽ പോയാൽ ടിവിയുടെ മുമ്പിൽ അവര് അതെ. ഇവിടെയും നമ്മുടെ ഡൽഹിയിലേക്ക് പോലെ തന്നെ കേട്ടോ, സെക്യൂരിറ്റി ചെക്കും പരിപാടികളൊക്കെ ഉണ്ട്. ഡു യു വാണ്ട് ദിസ് ബാഗ്? യാ. നമ്മൾ ഡൽഹിയിലൊക്കെ ഇതുപോലത്തെ പരിപാടിയല്ലേ. ഋഷി അവിടെ നിന്ന് മാറ്. അയ്യോ, ഹാപ്പി ന്യൂ ഇയർ. ഉണ്ടാവും, എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ആക്ച്വലി ഞങ്ങൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ന്യൂ ഇയർ ഞങ്ങളിവിടെ ജക്കാർത്തയിലാണ്. അതാണ് സംഭവങ്ങൾ കാണുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വി ഗെറ്റ് സീ ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെങ്കിലും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. ചൈനീസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏർലി ബേർഡ് ഡിസ്കൗണ്ട്. ഹായ്, ഹൗ ആർ യു? ഇവിടെ ന്യൂ ഇയറിന് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ ഗാല ഡിന്നർ പാർട്ടി സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്ത് പോകണ്ട ഇന്ന്. അപ്പോൾ രാത്രി റെസ്റ്റോ? I was thinking about going to Old Town. Yes. Buying our loyalty diamond member, if I check, you will stay for months in our hotel. Yes. The room that you is including breakfast already for 2%. നമുക്ക് റൂം അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാധാരണ റൂമാണ് ബുക്ക് ചെയ്തത്. 4 ദിവസത്തേക്ക് നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന $500 ആണ്. $500 $450 അങ്ങനെ എന്തോ ആണ് റൂം റേറ്റ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് സാധാരണ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കത് സ്വീറ്റ് റൂമായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്.
6 million rupiah. Yeah, in India also we say rupee. A rupee. Yeah. In Indonesia we call it rupee. Rupiah, right? Rupiah. Do you have an ATM here? It's outside the hotel nearby. Outside the hotel. Ah, okay, fine. Okay. റൂമിൽ ചെന്നിട്ട് ശരിയാക്കാം. ശരിയാക്കി കൊടുക്കുക ശരിയാക്കി കൊടുക്കുന്നത്. Do you have any program for tonight? Yes, we do. At the festival. They are arranging it, right? Okay. So we need to contact them. ഇവിടെ ചൈനക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചൈനീസിലൊക്കെ വെൽക്കം എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി റൂമിലേക്ക് പോകാം. ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്കുള്ളത് സംഭവം ബുക്ക് ചെയ്തു. സെയിൽ ഇൻ ടു 2026 എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് എത്ര രൂപയാണെന്നറിയാമോ? 2200 രൂപ പെർ ഹെഡ്. എനിക്കും നിനക്കും 2000 രൂപ, ഋഷിക്ക് 1000 രൂപ വാങ്ങിച്ചുള്ളൂ. അത് ആക്ച്വലി ലാഭമാണ് ആ പൈസക്ക്. പിന്നെ ഒരു കാര്യം, ഡ്രിങ്ക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല, ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡ് പിന്നെ കിഡ്സ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ റൂം 28ാമത്തെ നിലയിലാണ്. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ് നമ്മളുടെ റൂം തന്നിരിക്കുന്നത്. ആർ യു റെഡി ഫോർ ഡൂയിങ് ദ റൂം ടൂർ? ഹു വിൽ ഡു ഇറ്റ്? ബാബു. ഏത് ബാബു? ഋഷി ബാബു. So welcome to 28th floor. എന്റെ ദൈവമേ, ഇതെന്തോടിത്? എന്റെ ദൈവമേ, ഇത് നോക്ക്. ഇതാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ജക്കാർത്ത. ജക്കാർത്തയിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ ഒരു കേന്ദ്രമുണ്ട്. അതിനൊരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ ഇപ്പുറത്ത്. ബാക്കിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണ് കേട്ടോ. യെസ്. Can you find where is 2809? നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടിയോ? എവിടെ? അതാണോ? ഇതാണ് 2809. ഓ വാവ്, പൊളിച്ച്. ഇതാണ് നമ്മുടെ മുറി. ഇതാണ് മുറി. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഇത് വലിയൊരു മുറിയാണ്. ഒരാൾ ആ വഴിക്ക് പോയിട്ടുണ്ട്. പോട്ടെ പോട്ടെ, ബാത്റൂം അപ്പുറത്തുണ്ട്. പോട്ടെ പോട്ടെ, നമുക്കിത് കാണിച്ചിട്ട് പോകാം. വാഷിംഗ് മെഷീൻ ഉണ്ട്, മൈക്രോവേവ്. ഞാൻ ഉണ്ടായിരിക്കാം. അത് റെഫ്രിജറേറ്റർ എന്നാ പറയുന്നത് കേട്ടോ. റെഫ്രിജറേറ്ററെ. വാഷ് ബേസിൻ ഉണ്ട്. അതാണ് TV ഉണ്ട്. ഓക്കെ. എവിടെ ബാത്റൂം? ഓ വാവ്, അടിപൊളി. പിന്നെ ഷവർ ഏരിയ. പിന്നെ ഓക്കെ, അതിന് കൊമോഡ് എന്നാ പറയുന്നത് കേട്ടോ. കൊമോഡ്. ഓക്കെ. ഒരാള് ബെഡിൽ കയറി ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ദിസ് ഈസ് നൈസ്. നല്ല റൂമാണ്, നല്ല സ്പേഷ്യസ് റൂമാണ്. ആൻഡ് റൂമിൽ നിന്നുള്ള വ്യൂ നോക്കി. ഈ മെട്രോ ട്രെയിൻ വരുന്നതുണ്ടോ? അവിടെ ദൂരെ മെട്രോ ട്രെയിൻ ഉണ്ട്. കടല് വരെ കാണാവോ. കിടിലം വ്യൂ. ഇന്തോനേഷ്യയുടെ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര എഫിഷ്യന്റ് ആണ്. ഇന്തോനേഷ്യയില് പ്രത്യേകിച്ച് ജക്കാർത്തയില് ഇവിടുത്തെ മെട്രോ ട്രെയിനുകൾ അടക്കമുള്ള ഒരു ഗംഭീര ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ബസ്സുകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ആ ഒരു ഏരിയ ഉണ്ടോ ശര? അതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ ഏരിയ എന്ന് തോന്നുന്നു അല്ലേ. ഫുള്ള് സ്കൈ സ്ക്രാപ്പേഴ്സ് ആണ് ആ ഭാഗത്ത്. കണ്ടോ ആ ഭാഗം കണ്ടില്ലേ? എന്തോരം വലിയ ബിൽഡിങ്ങുകളാന്ന് നോക്കി. ഒരു രക്ഷയില്ല. ഞാൻ ഇന്തോനേഷ്യയുടെ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ ഇത്രയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ദിസ് ഈസ് ജസ്റ്റ് എന്താ പറയാ അല്ലേ, ഭയങ്കര രസമല്ലേ? ഭയങ്കരമായിട്ട്. അതും നല്ല അടിപൊളി വ്യൂ ഉള്ള റൂമും കിട്ടി. അങ്ങ് ദൂരെ നമുക്ക് കടല് കാണാം. കടലിൽ ഇഷ്ടം പോലെ കപ്പലുകൾ കിടക്കുന്ന കാണാം. അങ്ങ് ദൂരെ നമുക്ക് പോർട്ട് കാണാം. എന്താ ഒരു ഭംഗി. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസം കേട്ടോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾ റൂമിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാഗെല്ലാം ഓൾറെഡി അവരിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടു, ഇത് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ കത്തും. അത് കൊള്ളാവേ പരിപാടിയെ. ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് ഇവിടെ നിന്ന് കത്തിയില്ലല്ലോ. കത്താത്തെ എന്താ കത്താത്തെ? അതെ കത്തി. ഇത് കണ്ടോ ടോർച്ച്? കണ്ടോ ടോർച്ച്? ഋഷിയുടെ വീഡിയോ എടുത്തു. എന്താ ഋഷിക്ക് പറയണ്ട? എന്താ പറയണ്ട ഋഷിക്ക്? അതെ അതവിടെ പോയി. അത് തന്നെ പരിപാടി. അതെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോണ്ടേ? മമ്മ കഴിക്കാൻ പോണ്ടേ? വിശക്കുന്നുണ്ടോ? എന്നാ ബാ. ഇത് എന്താ പറയാ, കിങ് സ്റ്റുഡിയോ സ്വീറ്റ് എന്നാണ് ഇവര് പറയുന്നത്. കിങ് സ്റ്റുഡിയോ സ്വീറ്റ്. നല്ല വലിയ മുറി കേട്ടോ. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാം ഉണ്ട്. നമുക്ക് ആക്ച്വലി 4 ദിവസം കഴിഞ്ഞിട്ട് തുണിയെല്ലാം അലക്കിയിട്ട് ഇവിടെ നിന്ന് കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുപോകും. അതോ ഡ്രയറും ഉണ്ടാവും അല്ലേ? വാഷ് ആൻഡ് ഡ്രൈ ആണ് കേട്ടോ. 5 കിലോ. അത് കൊള്ളാം. വാഷ് ആൻഡ് ഡ്രൈയും എല്ലാം കൂടെ നടക്കും. സിംഗിൾ മെഷീൻ. ഞങ്ങളുടെ ഹോട്ടലിന്റെ തൊട്ട് മുമ്പിൽ തന്നെ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് മെനു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇൻഡോ ചൈനീസ് ആണല്ലേ.
അതായത് നമ്മുടെ നാട്ടിൽ ഇൻഡോ ചൈനീസ്, ഇന്ത്യൻ ചൈനീസ് കിട്ടുന്ന പോലെ ഇവിടെ ഇന്തോനേഷ്യൻ ചൈനീസ് ഫുഡാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിന് ശ്വേതയ്ക്ക് കഴിക്കാനായിട്ട് വെജിറ്റേറിയൻ ഓപ്ഷൻ ഒന്നുമില്ല. എല്ലാ പച്ചക്കറിക്കകത്തും എന്തെങ്കിലുമൊക്കെ മീറ്റ് ഉണ്ടാവും, എന്തെങ്കിലും സീ ഫുഡ് അല്ലെങ്കിൽ ബീഫ് ഉണ്ടാവും. ഇവിടെ പിന്നെ ഇന്തോനേഷ്യ ആയതുകൊണ്ട് ഇവിടെ പോർക്ക് പിന്നെ ഇല്ലാത്തതുകൊണ്ട് പോർക്ക് കിട്ടുള്ളൂ. പക്ഷേ ബാലിയിൽ പോർക്കുണ്ട്, ഇവിടെ അങ്ങനെ പോർക്ക് കിട്ടാൻ സാധ്യതയില്ല. സോ വി ഹാവ് ഓർഡർ സംതിങ്. ഇവിടെ ഒരാൾ വിശന്ന് പൊളിഞ്ഞ് കണ്ണ് കാണാതിരിക്കുക, കഷ്ടമുണ്ട്. ഗൈസ്, ഋഷിയുടെ ഫുഡ് വന്നല്ലോ. വാ, എനിക്ക് വയ്യ. ഇത് കിഡ്സ് മീല്. ഋഷിക്ക് നൂഡിൽസും നഗറ്റ്സും പിന്നെ എന്താ പടിയത്? ബാവുവോ? ബാവു എന്ന് പറഞ്ഞ സാധനം മധുരം കേട്ടോ. അത് മധുരമല്ല. എനിക്ക് വയ്യ. എന്തൊക്കെ ഫുഡ് ഋഷിക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയേ, എനിക്ക് വയ്യ. ഞങ്ങൾ ഇന്തോനേഷ്യൻ ഫുഡ് കഴിക്കുക. എന്താ കഴിക്കുന്നത്? കണ്ടോ, ഇന്തോനേഷ്യൻ ഫുഡ്. ശ്വേതയുടെ നൂഡിൽസ് വന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ വെജ് മാത്രം പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അത്. ഇത് എനോക്കി മഷ്റൂമാണ്. എനോക്കി മഷ്റൂം ഫ്രൈ ചെയ്തത്. എൻ്റെ നൂഡിൽസും വന്നു. ഇത് സെയിം ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഇടി നിനക്ക് മുട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മുട്ട ഇട്ടിട്ടില്ലേ? ഉണ്ടല്ലേ, ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ഈ പീനട്ട് സോസ് ഇടും. ചില ആൾക്കാർക്ക് അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പിന്നെ പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം കുഴപ്പമില്ല, കഴിയും. ഇത് എരിവുണ്ട് കേട്ടോ. ഞാൻ സ്പൈസി പറഞ്ഞുകൊണ്ട്. നമ്മൾ അവിടെ ഇത്രയും കഴിച്ച നമ്മൾ ഇത്ര നേരം കഴിച്ച ഫുഡിന് എത്രയാണെന്ന് അറിയാം ശ്വേത? 2,39,50 രൂപ. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ് 1,250 രൂപ നമ്മുടെ ഇന്ത്യൻ രൂപ. ഹലോ, എങ്ങോട്ടാ പോകുന്നത്? നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും എങ്ങോട്ടാണ്? നമ്മൾ കേട്ടു വരാം. 7 മണിക്ക് പോകാൻ 9 മണിയായി. എന്ത്? ഞങ്ങള് 7 മണിക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കിടന്ന് ഉറങ്ങിയതാണ്. പക്ഷെ ഉറങ്ങിപ്പോയി. താഴോട്ട് പോവാണല്ലോ. അതായിട്ട് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ കേരളത്തിലേക്ക് ട്രിപ്പായിരുന്നു. എന്റെ പല ന്യൂ ഇയേഴ്സും ഐ വാസ് വിത്ത് ബിബിൻ. യു നോ ദാറ്റ്? That was the last New Year which we all celebrated together. അപ്പോ ബിബി പോയതിനു ശേഷം സത്യം പറഞ്ഞ ന്യൂ ഇയർ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാനും ഇല്ല, because we were full time at home. You were not here. പണ്ടൊക്കെ ഫുൾ ന്യൂ ഇയർ ഫുൾ ടൈം ബിബിയുടെ കൂടെ ആയിരുന്നു. Past 3 years you are not coming home for New Year. You know that? ഇതെന്ത്? ഇവിടെ ഭയങ്കര സംഭവമുള്ളൂ. ഇത് ആക്ച്വലി ന്യൂ ഇയർ ഗാല ഡിന്നർ എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ആൽക്കഹോൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ആൽക്കഹോൾ കഴിക്കേണ്ടവർക്ക് ആൽക്കഹോൾ കഴിക്കാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദം ആർ വിത്തൗട്ട് ആൽക്കഹോൾ. നമുക്കൊരു ടേബിളുണ്ട്. ആ ടേബിളിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. കെയർഫുൾ. ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ആൾക്കാരിവിടെ ഫുഡ് കഴിക്കുന്ന എല്ലാവരും കൊണ്ട് ഡിന്നറാണ്. ഒരുമിച്ചിരുന്ന് കുറേ ആൾക്കാരിന്ന് ഡിന്നർ കഴിക്കുന്ന. അവിടെ പാട്ടുണ്ട്, പിന്നെ കൗണ്ട് ഡൗൺ സംഭവം ഉണ്ടാവും. 10 മണി വരെ ഫുഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ആഫ്റ്റർ പാർട്ടി. എന്താ ആഫ്റ്റർ പാർട്ടി? ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ലൈവ് കൗണ്ടറൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ, എന്തൊക്കെയോ കുറേ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഞങ്ങൾ എന്തായാലും കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ. ദർ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. കുറേ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. ലൈവ് കുറേ പരിപാടികളുണ്ട് കേട്ടോ. എന്തൊക്കെയാ സംഭവം എനിക്ക് അറിയത്തില്ല, ബട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ എല്ലാ ഇന്തോനേഷ്യൻ സ്റ്റൈൽ പരിപാടികളൊക്കെയാണ്. ഇത് കണ്ടോ, സീ ഫുഡ് ഓൺ ഐസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഐസാണ്, കണ്ടില്ലേ? ഇത് കണ്ടോ, ഇത് ഐസാ. ആ ശ്വേത, നീ കണ്ടോ? ഫിറോസിക്ക ഉണ്ടാക്കുന്ന ചിക്കനാണെന്ന് കണ്ടോ? ഇത് കണ്ടിട്ട് പറയുക നമ്മുടെ ചുട്ടിപ്പാറ ഫിറോസിക്കയുടെ ഫാനാണ് ഋഷി. അത് ഉണ്ടാക്കുന്ന ചിക്കനാണ്. കണ്ടോ, താറാവൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? താറാവ്, ചിക്കൻ. ഇത് ചിക്കനല്ല, ഇത് കോഴി, പക്ഷേ താറാവ്. ഇത് കണ്ടോ, ഇതെന്ത് സാധനം? മട്ടൺ അല്ലേ? ഇത് മട്ടൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേസ്. നോക്കി, ഇത് കണ്ടില്ലേ? അതിൻ്റെ വാരിയലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കിഡ്സ് കോർണർ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. അത് പഴംപൊരി കഴിച്ചോക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ന്യൂ ഇയറിന് ഫസ്റ്റ് ടൈം. കുറേ സാധനങ്ങളുള്ള മെനു ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കഴിക്കാണ്ട് എങ്ങനെ പറ്റിയായിരിക്കും എനിക്കറിയില്ല. അവിടെ കുറേ സാധനങ്ങളാണ് കേട്ടോ. നമ്മളെ ചോറും കറി എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ചോറിൻ്റെ കൂട്ടത്തിലുള്ള കറികളാണ് ഇതൊക്കെ. ഇത് ബീഫ്, ഇത് പൊട്ടറ്റോ, ഇത് ഫിഷ്, ഇത് മുട്ട, ഇത് ഫിഷ്, ഇത് ചിക്കൻ. ഞാൻ ചോറ് മാത്രം എടുത്തില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ നിന്ന് പലതരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷി ബ്രോക്കോലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി മിക്കവാറും ഫുഡ് ട്രൈ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങേണ്ടി വരും. ന്യൂ ഇയർ വിത്തൗട്ട് ആൽക്കഹോൾ. ഇവിടെ പിള്ളേർക്ക് പോപ്കോൺ വരെ ഉണ്ട് ഗൈസ്. നോക്കി, ഞങ്ങളിങ്ങനെ ഫുഡ് ഇങ്ങനെ പല ഫുഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വേറെ എന്തോ എടുത്തുകൊണ്ട് വന്നു. അവിടെ എന്തൊക്കെയോ അവർ സംസാരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇത്
ഒരു പൈറേറ്റ്സിന്റെ തീമിൽ അല്ലെങ്കിൽ ഒരു സെയിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ തീമിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവർ എന്താ പറയുക ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കപ്പലിലെ ജീവനക്കാരെ പോലെ വേഷമൊക്കെ അടഞ്ഞിട്ട് യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതാണ് സെയിൽ ഇൻ 2026 എന്ന് അവർ പറയുന്നത്. ചേത എനിക്കും കൂടെ നൂഡിൽസ് എടുത്തോണ്ട് വരുന്നുണ്ട്. ചേത കൊണ്ടിരുന്ന നൂഡിൽസ് ഒക്കെ ഞാൻ കഴിച്ചു തീർത്ത്. ഓ യു മെയ്ഡ് വൺ ഫോർ മീ. താങ്ക് യു, താങ്ക് യു. നമ്മൾ ശരിക്കും പൈസ കൊടുത്തത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാ ചേട്ടാ. അത് നമുക്ക് ഇവിടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ആണോ? ഇവൻ ഇവിടെ ഫുൾ ഊതി കിടക്കുക. ഇവൻ മാത്രമല്ല, ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇത് ഊതിക്കൊണ്ട് നടക്കുക. അതെങ്കിൽ സെയിൽ ഇൻ 2026. ഇത് പൂളിന്റെ അടുത്തുള്ള ബാറാണ്. ഓ ഇത് സ്വിമ്മിംഗ് പൂളാണ്. അതെ ബേബി പൂൾ ഉണ്ടോ റീഷ? ഓ അടിപൊളിയാണല്ലോ. ഇത് ക്ലോസ് ചെയ്തു ഇപ്പൊ രാത്രി ആയപ്പോഴത്തേക്ക്. നമുക്ക് നാളെ വരാമേ. ഇത് ബേബി പൂള്, ഇതിവിടെ ബിഗ് പൂള്, ഇപ്പുറത്ത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. ഇവിടെ മഴ പെയ്തു. ഇപ്പം മഴക്കാലമാണ് ഇന്തോനേഷ്യയിൽ. സോ മഴ പെയ്തപ്പോഴത്തേക്കിന് ഇച്ചിരി നനഞ്ഞ് ഇതായി നിൽക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഹോട്ടൽ. വലിയ ഹോട്ടലാട്ടോ. ഇതിൻ്റെ ഏറ്റവും മേളിലാണ് ആക്ച്വലി ഞങ്ങളുടെ റൂം, 28ാമത്തെ നിലയിൽ. ഓ ഇത് അടിപൊളിയാട്ടോ. കിടില സെറ്റപ്പ് ആണല്ലോ, നൈസാണല്ലോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവിടെ എല്ലായിടത്തും ഇത് കണ്ടില്ലേ, പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണോ. ഫുൾ ശബ്ദമൊക്കെ കേട്ട് എല്ലാ ഭാഗത്തും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുക. ഇന്നൊരു ദിവസം ഈ ലോകത്ത് എവിടെയൊക്കെ പടക്കം പൊട്ടും അല്ലേ. അമ്മയും മോനും കൂടെ കളിച്ചോണ്ടിരിക്കുക. എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറക്കം വരുന്നുണ്ട് സാറിന് ചെറുതായിട്ട്. എടാ ഒരു 1 hour കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് പോയി കിടന്നിറങ്ങാം. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ നിന്ന് 1.5 മണിക്കൂർ നമ്മളിപ്പോൾ മുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് 1.5 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇന്ത്യ ഇന്തോനേഷ്യ തമ്മിൽ 1.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ 11 മണി ആയെങ്കിൽ ഇന്ത്യയിൽ 9 ആയതേ ഉള്ളൂ. ഓക്കെ, അപ്പം നീ ആ ഡ്രിങ്ക് ഒക്കെ കഴിക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് കുറച്ച് ഒരു 1 hour കൂടി ഇരിക്കാം. ഞങ്ങളിവിടെ പോൾ സൈഡിൽ ഇരുന്ന് ഇവിടെ പടക്കം പൊട്ടുന്ന മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല എനിക്ക്. ഇവിടെ ഞങ്ങളെ പോലെ തന്നെ വേറെ കുറേ ഫാമിലീസും കുട്ടികളും അവരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ പടക്കം പൊട്ടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിയുടെ പകുതി ഇങ്ങനെ കുറുങ്ങി ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ പരിപാടി. അവിടെ അപ്പുറത്ത് വേറെയുണ്ട്, അവിടെയുണ്ട്. മൊത്തത്തിൽ ഇവിടെ മൊത്തം ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരുടെ അവസ്ഥ ഇതാ. അപ്പുറത്തൊരു വലിയ കുട്ടി ഇരുന്ന് ഊതുന്നുണ്ട്. അയാളും അവിടെ ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്ന് റൂമിലിരുന്ന് ഈ ഇന്തോനേഷ്യയുടെ ജക്കാർത്ത നഗരത്തിലെ പടക്കം പൊട്ടിക്കുന്ന സ്ഥലങ്ങളെ മൊത്തം നമ്മൾ റൂമിലിരുന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ പരിപാടി. ഇതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പാർക്ക്. അങ്ങനെ രാത്രി 12 മണിയായി. ഞങ്ങള് റൂമിനകത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് റൂമിലിരുന്ന് നമ്മൾ കാണുകയാണ്. ഇത് കണ്ടോ ഋഷി? കണ്ടോ? ഇറ്റ്സ് അമേസിങ്. ഇതിൽ അടിപൊളിയായിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വേണോ? കണ്ടോ നോക്കി. ഞങ്ങള് റൂമിലാണ്. ഞങ്ങള് വേറെ എവിടെയില്ല, ഞങ്ങള് റൂമിലാണ് അല്ലേ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പയ്യെ പറയാം കേട്ടോ, പയ്യെ പറയണം ഹാപ്പി ന്യൂ ഇയർ. എന്ത് രസം. എന്തോ അടി ഇത്. ഓ വാ. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാല് ഇത് നമ്മള് ഹോട്ടലിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്ക് പടക്കം പൊടുന്ന കാണാം. ഒരു കാര്യം ഉണ്ടോ, അവിടെ എല്ലാവരും കൂടെ അലച്ച് തിരിച്ച് ഇവിടെ ഞങ്ങള് 3 പേരും കൂടെ മാത്രമായിട്ട് ഞങ്ങൾ ഇവിടെ ജക്കാർത്ത നഗരത്തിൽ നമ്മൾ നമ്മുടെ എന്താ പറയാ വെടിക്കെട്ട് കാണിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ 2025 അവസാനത്തെ രാത്രി അല്ല, കഴിഞ്ഞു 2026 ഞങ്ങളുടെ ആദ്യ രാത്രി ജക്കാർത്ത അല്ലേ. വാട്ട് ഈസ് യുവർ ന്യൂ ഇയർ റെസൊല്യൂഷൻ? 26 നൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. 26 നൈറ്റ് നാളെ ആവുമ്പോഴാണ്. അതായത് it's already 12 o'clock. So it's actually morning. It's early morning of 2026. എന്തൊക്കെയോ പറയുന്നുണ്ട്. അടിച്ച് കിണ്ടിയാണ് തോന്നുന്നു. ഇയാൾ ഉറക്കം വന്നിട്ട് കിണ്ടിയാണ് ഇവിടെ അല്ലേ. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ഞാൻ സാധാരണ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല. കഴിഞ്ഞ വർഷം ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തായിരുന്നു. ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനതൊന്നും കീപ്പ് ചെയ്യുന്നില്ലേ? ഇല്ലേ?
ഞാനതിൽ സക്സസ് ആയില്ലേ? യെസ്, അത് ലൈഫ് ലോങ് ഞാൻ സക്സസ് ആയിരിക്കും. ഇപ്പോൾ ഈ വർഷം എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് യങ് ആവണം. അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അപ്പോൾ ഐ വാണ്ട് ടു ട്രിം ഡൗൺ. എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ കുറയ്ക്കണം. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഫിസിക്കലി ഫിറ്റ് ആവണം. പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ഇത്തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം ഞാൻ 76 കിലോ ഉണ്ട്. അത് കുറച്ച് 70 എൻ്റെ 68 എൻ്റെ ടാർഗറ്റ്. 68. ഓൾ ദി ബെസ്റ്റ്. ഏതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട് ഇത്തവണ? ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റി വളർത്താം. ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന നമ്മളുടെ സ്ഥാപനം വളർത്തണം. നമ്മളുടെ പൂൾ വില്ല ഗംഭീരമാക്കണം. പൂൾ വില്ല എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ ധാരാളം പൂൾ വില്ലകളും വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ഹോം സ്റ്റേകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ പേരിൽ ഫ്ലറിഷ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ 2026 അല്ലേ? ഋഷിയുടെ പ്ലാൻ എന്താ? ഋഷിയുടെ പ്ലാൻ എന്താ? ഋഷിയുടെ പ്ലാൻ എന്താ? ഋഷിക്കുട്ടൻ വലുതാവണം. ഋഷി എന്താ ചെയ്യട്ടെ? ബിഗ് ബോയ് ആയി. ഋഷിക്ക് വലുതാവണം. ഋഷി ബിഗ് ബോയ് ആവണം. ഋഷിക്ക് വലുതാവണ്ട. ഋഷി ഈ വർഷം ഒരു 25 കൺട്രീസ് എങ്കിലും തയ്ക്കണം അല്ലേ? അതാണ് ഋഷിയുടെ പ്ലാൻ. ആര് പറഞ്ഞു എൻ്റെ പ്ലാൻ? പാവം മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോണു ഗൈസ്. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. ഞങ്ങൾ എന്താ പറയുക 2026 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 10 വർഷം ആവുകയാണ്. 10 years ഓഫ് യൂട്യൂബ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ അതാണ് 2026. അപ്പോൾ ആ 10 വർഷത്തോടനുബന്ധിച്ച് ഒരു ഗംഭീര പരിപാടികളൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. ബൈ.